കേന്ദ്ര സർക്കാരിനെതിരായ തുടർ സമരങ്ങൾ ആലോചിക്കാനുള്ള CJP ദേശീയ പ്രവർത്തക സമിതി യോഗം ഉടൻ ആരംഭിക്കും. ഒത്തുതീർപ്പ് ചർച്ചകളിലെ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിനെതിരെ അണിനിരക്കാൻ രാജ്യത്തെ യുവാക്കളോട് സംഘടന ആഹ്വാനം ചെയ്തു. സ്കൂൾ ഠീക് കരോ ക്യാമ്പയിന്റെ ഭാഗമായി എത്തിയ പാർട്ടി പ്രവർത്തകരെ ആക്രമിച്ച BJP പ്രവർത്തകർക്കെതിരെ കേസെടുക്കാത്തതിലും CJP പ്രതിഷേധം സംഘടിപ്പിക്കും. ലാൽകുമാർ ചേരുകയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് തത്സമയം. ലാൽ, എങ്ങനെ മുന്നോട്ട് പോകാനാണ് CJPയുടെ നിലവിലത്തെ തീരുമാനം? ചർച്ചകൾ, ആലോചനകൾ പ്രവർത്തക സമിതി എപ്പോൾ ചേരും? വിനീഷ, CJPയുടെ പ്രവർത്തക സമിതി യോഗം ഇന്ന് അല്പസമയത്തിനകം ചേരും എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഓൺലൈനായിരിക്കും ഈ യോഗം എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ CJP ഈ യോഗം എവിടെ വെച്ച് നടക്കും അല്ലെങ്കിൽ എപ്പോൾ നടക്കും എന്നുള്ള കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ ഇത് ഓൺലൈനായിട്ട് നടക്കാനാണ് സാധ്യത. കാരണം വിവിധ സംസ്ഥാനങ്ങളിലാണ് ഈ CJPയുടെ മുൻനിരയിലുള്ള നേതാക്കൾ ഉള്ളത്. ഈ സ്കൂൾ ഠീക് കരോ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വിവിധ സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ സന്ദർശിക്കുന്ന തിരക്കിലാണ് ഈ നേതാക്കൾ. അതുകൊണ്ട് തന്നെ ഓൺലൈനിലായിരിക്കും യോഗം എന്ന കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭാവി സമരങ്ങൾ ഈ CJP പ്രഖ്യാപിക്കും. അതിൽ ഈ കേന്ദ്ര സർക്കാർ നേരത്തെ ജന്തർ മന്ദറിലെ സമരത്തിന്റെ അവസാനിപ്പിക്കലിന് പിന്നാലെ CJPക്ക് ചില ഉറപ്പുകൾ നൽകിയിരുന്നു. ആ ഉറപ്പുകൾ പൂർണ്ണമായും ലംഘിക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത്. കാരണം നിരവധി പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ, അതിൽ ഈ കുടുംബത്തിന്റെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ജീവനൊടുക്കിയ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, FIRകൾ റദ്ദാക്കുക, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ കേസെടുക്കാതിരിക്കുക തുടങ്ങിയ ഉറപ്പുകൾ കൂടി ഉണ്ടായിരുന്നു. അവയൊന്നും പാലിക്കപ്പെട്ടില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CJP രണ്ടാം ഘട്ട സമരത്തിന് കൂട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ രണ്ടാം ജന്തർ മന്ദിർ സമരം നടത്തിയാലും അതിൽ അതിശയപ്പെടേണ്ട എന്ന കാര്യം കൂടി CJP അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ആഹ്വാനം CJP പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. ഇന്നത്തെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കൂ എന്ന ആഹ്വാനമാണ് CJP നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ CJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്കൂൾ ഠീക് കരോ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് രാജസ്ഥാനിലും മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സന്ദർശിക്കാനെത്തിയ CJP നേതാക്കളെയും പ്രവർത്തകരെയും BJP പ്രവർത്തകർ കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അതിൽ നടപടിയെടുക്കണമെന്ന് CJP ആവശ്യപ്പെട്ടിരുന്നു. അതിൽ രാജസ്ഥാനിൽ ഉൾപ്പെടെ ഈ അശുതോഷ് രംഗയ്ക്ക് ഉൾപ്പെടെ അക്രമം നേരിട്ടു. അതിൽ ഈ BJP പ്രവർത്തകരെ പിടികൂടണമെന്നൊരു ആവശ്യം CJP മുന്നോട്ട് വെച്ചിരുന്നു. 48 മണിക്കൂർ സമയം നൽകുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അത്തരം ആവശ്യങ്ങളൊന്നും ഈ രാജസ്ഥാൻ സർക്കാർ ഉൾപ്പെടെ അംഗീകരിച്ചില്ല. അതിന് പിന്നാലെ ഇതിലും പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് CJP പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല രാജസ്ഥാനിലെ സ്കൂളുകളുടെ ശോചനീയ അവസ്ഥ വളരെ വലുതാണെന്ന് ഇപ്പോൾ രാജ്യം കണ്ടു കഴിഞ്ഞു. അതിന് പിന്നാലെ രാജസ്ഥാനിലെ സ്കൂളുകൾ നന്നാക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ഉൾപ്പെടെ മാറ്റിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അത് ഈ CJPയുടെ ക്യാമ്പയിൻ എല്ലാ അർത്ഥത്തിലും വിജയമാകുന്നുണ്ട് എന്ന നിലപാട് CJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വലിയ രീതിയിൽ വ്യാപിപ്പിക്കാനുള്ള ഒരുക്കം കൂടി ഈ മീറ്റിംഗിനകത്ത് ഇന്ന് ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിനകത്തും ഉണ്ടാകുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത്തരത്തിൽ ഒരു വലിയ സമരത്തിലേക്ക് CJP കടന്നാൽ ഒരു രണ്ടാം ജന്തർ മന്ദിർ സമരത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. കഴിഞ്ഞ സമരത്തിൽ പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്നൊരു ആവശ്യമായിരുന്നു അവർ നേരത്തെ ഉന്നയിച്ചിരുന്നത്. ആ ആവശ്യം അവർ നിറവേറ്റിയിരുന്നു. പക്ഷേ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം എന്തായിരിക്കുമെന്നാണ് ഇപ്പോൾ രാജ്യം കാത്തിരിക്കുന്നത്. മാത്രമല്ല ആ സമരരീതി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് രാജ്യം കാത്തിരിക്കുന്നത്. നേരത്തെ വിവിധ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ സമരത്തിന് ശേഷം ജില്ലാ അടിസ്ഥാനത്തിലുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പിന്നാലെ വിവിധ സംസ്ഥാന തലത്തിലുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയുള്ള സമരങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നതാണ് ഇപ്പോൾ കാത്തിരിക്കേണ്ടത്. കാരണം ഈ ഡൽഹിയിൽ തന്നെ കേന്ദ്രീകരിച്ചുള്ള സമരത്തിനായിരിക്കോ കേന്ദ്ര സർക്കാരുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനായിരിക്കോ CJP മുതിരുക, അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്കൂളുകളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു സമരത്തിലേക്കായിരിക്കുമോ കടക്കുക എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. മാത്രമല്ല ഈ ജെൻസികളുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ജെൻസിക്ക് വേണ്ടി BJP ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ BJP കമ്മിറ്റിയെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് തന്നെ CJP രംഗത്തെത്തിയിരുന്നു. കാരണം ആ കമ്മിറ്റിയിൽ ഉൾപ്പെടെയുള്ളവരുടെ ചരിത്രം പരിശോധിക്കണം, അവരെങ്ങനെയാണ് പല ഘട്ടത്തിലും മന്ത്രിസഭയിൽ നിന്ന് പോലും മാറ്റി നിർത്തപ്പെട്ടവർ ആ കമ്മിറ്റിയിലുണ്ട്, അവരെങ്ങനെയാണ് മാറ്റി നിർത്തപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ CJP ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ സമരം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ CJP കടക്കുക. അല്പസമയത്തിനകം ആ യോഗം ആരംഭിക്കും. ആ യോഗത്തിൽ കൃത്യമായ രീതിയിൽ ഇക്കാര്യങ്ങൾ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും സമരപ്രഖ്യാപനം. വിനീഷ. ശരി, ലാൽകുമാർ സൂചിപ്പിച്ചതുപോലെ നിലപാട് ഘടിപ്പിക്കാൻ തന്നെയാണ് CJPയുടെ നീക്കം. ദേശീയ പ്രവർത്തക സമിതി അല്പസമയത്തിനകം ചേരും. അന്ന് പറഞ്ഞുവെച്ച വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. ആ ഉറപ്പ് ലംഘിച്ചാൽ തങ്ങൾ സമരത്തിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ CJP വക്താക്കൾ അന്ന് തന്നെ പറഞ്ഞതാണ്. ഇക്കാര്യത്തിൽ തുടർ നടപടികളുമായി കൂടിയാലോചിച്ച ശേഷം മുന്നോട്ട് പോകാൻ തന്നെയാണ് CJPയുടെ നിലവിലത്തെ നിലപാട്.